രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. അവളെ ഒന്നൂടെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി നെറുകയിലൊന്ന് ചുംബിച്ച് അവൻ അവളെ പിന്നെയും വട്ടം ചുറ്റി പിടിച്ചു. ഇടയ്ക്കിടെ നെറുകയിൽ മുത്തിയും കൈകൾ അണച്ചും എത്ര നേരം അങ്ങനെ കിടന്നൂന്നറിയില്ല. പക്ഷെ ആ കിടത്തം മെല്ലെ ഒരു മയക്കത്തിലേക്ക് പോകുമ്പോൾ പോലും അല്പം ഒന്ന് ചരിഞ്ഞ് അവളുടെ പിൻഭാഗം സെറ്റിയിലേക്ക് അമരും പോലെ കിടന്നുകൊണ്ടാണ് അവൻ ഉറങ്ങിയത് പോലും. എന്തോ വരിഞ്ഞു മുറുക്കിയ പോലെ ശരീരമാകെ വേദനിക്കുന്നു തോന്നിയപ്പോഴാണ് സിദ്ധി മെല്ലെ കണ്ണുകൾ തുറക്കുന്നത്. മിഴികൾ മെല്ലെ തുറന്നതും കണ്ണിനുള്ളിലേക്ക് എന്തോ കയറുന്ന പോലെ തോന്നി അവൾ തല പിന്നിലേക്ക് വെച്ചു നോക്കി. കറുത്ത കാടും പടലും പോലെ എന്തോ ഒന്ന് കണ്ണിൽപ്പെട്ടതും അവൾ ഭയന്ന് പിന്നിലേക്ക് ആഞ്ഞു കളഞ്ഞു. പക്ഷെ അതേ ഫോഴ്സിൽ തന്നെ തിരിച്ചവളെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് വംശി കെട്ടിപ്പിടിച്ചു. ഒപ്പം വംശി ആ തോളിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊടുക്കുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ മാറ്റത്തിൽ അവൾ അമ്പരക്കുന്നതിനുമപ്പുറം ഭയക്കുകയാണ് ചെയ്തത്. അതിന്റെ പിടപ്പകന്ന് തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് ഒരുവന്റെ താടിത്തുമ്പാണ്. അവിടെ നിന്നും ഒരല്പനേരം എടുത്തു അവൾക്ക് കാര്യങ്ങൾ പലതും ഓർത്തെടുക്കാനും മനസ്സിലാക്കാനും. 1000 ചിന്തകൾക്ക് അവസാനമാണ് അവൾക്ക് മനസ്സിലാവുന്നത് താൻ ഇപ്പോഴും അവന്റെ നെഞ്ചിൽ അവന്റെ കൈകളാകുന്ന കൂട്ടിലകപ്പെട്ട് കിടക്കുകയാണെന്ന്. പക്ഷെ ആ നേരത്തെ അവളെ അമ്പരപ്പിച്ചത് അങ്ങനെ ഒരാളുടെ കരവലയത്തിനുള്ളിൽ ഇത്രയും അടുത്ത് ശ്വാസം പോലും തട്ടുന്ന രീതിയിൽ കിടന്നിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് ഭയമോ ആകുലതയോ തോന്നാത്തത് എന്നായിരുന്നു. നേരത്തെ ആളെ കാണുമ്പോഴുള്ള ദേഷ്യമൊക്കെ മാറിയിട്ട് കാലങ്ങളായി. അവന്റെ വാശിയിലും കടുംപിടുത്തത്തിലും അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കുന്നതും ഈയിടെയായിട്ട് ഒട്ടുമില്ല. ആക്സിഡന്റിൽ അവൻ തന്നെ നോക്കിയതിനു ശേഷം അവനെ പ്രതിയുള്ള ചിന്തകളും രീതികളുമൊക്കെ തന്നെ സംബന്ധിച്ചോളം ഒരുപാട് മാറിയിട്ടുണ്ട് മനസ്സിൽ. ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും ഇവനെ അനുനയിപ്പിച്ച് അമ്മമ്മയുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിർത്തണമെന്ന് മാത്രം ചിന്തിച്ചിരുന്നിടത്ത് നിന്ന് ഇപ്പോ അവന്റെ നോട്ടം കിട്ടാനും ആ സാമീപ്യം അടുത്തെവിടെയെങ്കിലും ഉണ്ടാകാനും ഏറ്റവും ആഗ്രഹിക്കുന്നത് താനാണെന്ന് അവൾക്കറിയാം. അങ്ങനെ ആകെ മൊത്തം ഇപ്പൊ തന്നെ ജീവിതം കറങ്ങിത്തിരിയുന്നത് ഈ ഒരു മനുഷ്യനിലാണ്. അത് പൂർണ്ണമായി ഉറപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞുപോയ 3-4 ദിനങ്ങൾ. അവനെ കാണാതെ താൻ അനുഭവിച്ച വിഷമവും സങ്കടമൊക്കെ അവന്റെ ഒരു നോട്ടത്തിൽ തന്നെ അലിഞ്ഞ് ഇല്ലാതായതോർക്കുമ്പോൾ തനിക്ക് മനസ്സിലാവുന്നുണ്ട് തനിക്കുള്ളിൽ അവൻ ഉറപ്പിച്ച സ്ഥാനം അത്രത്തോളം വലുതാണെന്ന്. അവന്റെ ആ സാമീപ്യത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയമിടിപ്പിനെ നേരെയാക്കാൻ കഴിയാതെ അവൾ ഒരല്പം ഒന്നെത്തി ആ മുഖത്തേക്ക് നോക്കി. ആളുടെ ഹൃദയമിടിപ്പിൽ നിന്ന് തന്നെ അറിയാം ഉറക്കം ശാന്തമാണെന്ന്. പക്ഷെ ഇപ്പോഴും ആ മുഖത്തെ ഗൗരവത്തിന് അല്പം പോലും മാറ്റമില്ല. എങ്ങനെയാണാവോ ഉറങ്ങുമ്പോഴും ഇത്രയും ഗൗരവം പൊക്കിക്കൊണ്ട് നടക്കാൻ കഴിയുന്നത്? ആത്മകഥ പോലെ പറഞ്ഞുകൊണ്ട് അവൾ വിരൽത്തുമ്പിനാൽ ആ മീശയിലൊന്ന് മെല്ലെ തൊട്ടുമാറി. ആ സ്പർശം അറിഞ്ഞതുപോലെ അവനൊന്ന് ഇളകി കിടന്നു. പെട്ടെന്നവൾ ആ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. ഒത്തിരി നേരം കഴിഞ്ഞിട്ടും അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും ഒരു കണ്ണു മാത്രം തുറന്ന് അവൾ അവനെ ഏറുകണ്ണിട്ട് നോക്കി. സമാധാനം, നല്ല ഉറക്കമാണ്. പെണ്ണ് പിന്നെയും വിരൽത്തുമ്പാൽ ആ മുഖമൊന്ന് തലോടി. നീണ്ടു നിൽക്കുന്ന മീശയുടെ അറ്റം അല്പം പിരിച്ച് ഒന്ന് ഉയർത്തിവെക്കാൻ നോക്കിയെങ്കിലും ആ കിടത്തത്തിൽ അത് പറ്റില്ല എന്ന് തോന്നിയവൾ വിരലുകൾ മെല്ലെ താടിയിലൂടെ ഇഴച്ചു. പെണ്ണിന്റെ വിരലുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലായിടവും അവളുടെ വിരൽത്തുമ്പ് ഓടിക്കളിച്ചു. ഉണർന്നെങ്ങാണമായിരുന്നെങ്കിൽ ഇപ്പൊ തന്റെ വിരലുകൾ കുത്തിയൊടിച്ചെന്ന് ചോദിച്ചാൽ മതി. നിനക്ക് അപാര ധൈര്യം തന്നെയാണ് കേട്ടോ. ദ ഗ്രേറ്റ് വംശീവർദ്ധന്റെ നെറ്റിയിലും കണ്ണിലും മുഖത്തും താടിയിലും ചുണ്ടിലുമൊക്കെ നീ ഇപ്പോ ഓടി നടന്നില്ലേ? ഒപ്പം അംഗഭംഗമൊന്നുമില്ലാതെ തിരിച്ചെത്തുകയും ചെയ്തു. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. ഉമ്മ, നിന്നെ ഓർത്ത് എനിക്ക് നല്ലോണം അഭിമാനമുണ്ട്. അവനിലൂടെ പാഞ്ഞോടി നിന്ന ചൂണ്ടുവിരലിലേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവൾ ആ വിരൽത്തുമ്പിൽ 3-4 വട്ടം ചുംബിച്ചു. അത്രയും ആയപ്പോഴേക്കും വംശി ഒന്ന് അനങ്ങിയ പോലെ തോന്നി അവൾക്ക്. ഇത്രയും കൂടി നീങ്ങിക്കിടന്നില്ലെങ്കിൽ എഴുന്നേൽക്കാമായിരുന്നു. ഉറങ്ങിയിട്ടാണെന്ന് തോന്നുന്നു. ബാത്റൂമിൽ പോണം. ശോ, എങ്ങനെയാ ഇതിനെ ഒന്ന് വിളിച്ചുണർത്തുക? ഇനിയിപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയെന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുമോ ദുർവാസാവ്? എന്റെ മഹാദേവ, ഇത്തിരി നേരം കൂടി ഞാനിവിടെ കിടന്നാൽ ഈ സോഫ ഞാൻ ചീത്തയാക്കും. എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞതാ. ചുണ്ടുകൾക്കിടയിൽ പിടിച്ചു വെച്ചാണ് പ്രാർത്ഥിച്ചതെങ്കിലും ഭഗവാന് മുന്നേ രാവണന്റെ ചെവിയിൽ അത് എത്തിക്കൊണ്ട് ചെക്കൻ ഒരല്പം നീങ്ങിക്കിടന്നതും അവൾ എങ്ങനെയൊക്കെ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. പെണ്ണാദ്യം തൊട്ടപ്പോൾ തന്നെ ഉറക്കം മുറിഞ്ഞതാണ്. അല്ലെങ്കിലും എത്ര ഗാഠമായ ഉറക്കത്തിലും ഒരിലയണങ്ങിയാൽ പോലും പെട്ടെന്ന് താൻ ചാടി എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഒരുവള് വിരലുകൊണ്ട് തന്റെ മുഖമാകെ
നൃത്തച്ചുവടുകൾ വെക്കം പോലെ പതിഞ്ഞും പാഞ്ഞും കളിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ തന്റെ ഉറക്കം മുറിയാതെ ഇരിക്കുമോ? എന്തായാലും പെണ്ണിന് തന്നെ നേർക്കുനേരെ കാണുമ്പോഴുള്ള ഭയം ഉറക്കത്തിൽ കണ്ടില്ലെന്ന് തോന്നുന്നു. കുരുത്തം കേട്ട സാധനമാണ്. സ്വന്തം വിരൽ എന്റെ മുഖമാക്കി ഓടിച്ചു കളിച്ചപ്പോ ഞാൻ അടങ്ങിക്കിടന്നതിന് ക്രെഡിറ്റ് മൊത്തം അവളുടെ ആ ചുള്ളിക്കമ്പ് പോലെയുള്ള വിരലിന്. പെണ്ണിന്റെ കുറുമ്പിൽ അവന്റെ ചുണ്ടുകൾ മനോഹരമായി വിടർന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താൻ അനുഭവിച്ച എല്ലാ സങ്കടവും വിഷമവും ഒക്കെ പറന്നകന്ന പോലെ അവളെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടാകും ഒരു പ്രത്യേക മണമുണ്ട് ഇപ്പൊ തന്റെ ശരീരത്തിന്. ആ നേരം ബാത്റൂമിൽ കയറി മുഖം കഴുകിയവളും തന്നെ ആകെ മൂടിയ ഗന്ധത്തിന്റെ മാസ്മരികതയിലായിരുന്നു. എന്താണാവോ ആ ദേഹത്ത് മൊത്തം ചേച്ചു പിടിപ്പിക്കുന്നത്? എന്തായാലും നല്ല മണം തന്നെ. ഇതിപ്പോൾ തനിക്കും ഇന്നത്തെ ദിവസം മുഴുവനും ഈ മണമായിരിക്കും. വലതു തോളിലേക്ക് മുഖം അടുപ്പിച്ച് ഒരിക്കൽ കൂടി ആ മണം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പെണ്ണവനെ ഓർത്ത് നെഞ്ചിൽ കൈവച്ച് നിന്നപ്പോൾ ഒരുവന്റെ നോട്ടം അത്രയും ആ അടഞ്ഞു കിടക്കുന്ന വാതിലിന് നേരെ മാത്രമായിരുന്നു. അത് മെല്ലെ തുറക്കുന്നു എന്ന് കണ്ടതും അവൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു. എന്നാൽ പിന്നെയും കുറച്ചു സമയം കൂടി എടുത്തിട്ടാണ് അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത്. വെളിയിലേക്ക് വന്നപ്പോൾ തന്നെ നോട്ടം ആദ്യം പോയത് കമിഴ്ന്നു കിടക്കുന്ന ഉറങ്ങുന്നവനിലാണ്. ഇപ്പോഴും ഉറക്കമാണെന്ന് കണ്ടവൾ നേരെ അടുക്കളയിലേക്ക് പോയി. ആദ്യം പോയി ഫ്രിഡ്ജ് തുറന്നതും ഒരുമാതിരി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിനുള്ളിലുണ്ടെന്ന് കണ്ടു. പക്ഷെ അടുക്കളയിലേക്ക് തിരിഞ്ഞപ്പോൾ മനസ്സിലായി ഇന്നൊരു ചായ പോലും അവിടെ വെച്ചിട്ടില്ല എന്ന്. ഒന്നും കൂടി ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്ത് ചുറ്റും നോക്കിയപ്പോൾ സോസ് പാൻ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടു. ഗ്യാസ് കത്തിച്ച് പാൽ അടുപ്പിലേക്ക് വെച്ച് പിന്നെയുള്ള തിരച്ചിൽ മുഴുവനും കോഫി പൗഡറിന് വേണ്ടിയായിരുന്നു. അത്യാവശ്യം നല്ലോണം പൊക്കമുള്ള കബോർഡിനുള്ളിലെത്തിക്കാൻ പെണ്ണ് കുറച്ചൊന്നുമല്ല പാടുപെട്ടത്. എന്തിനാണോ ഇതെല്ലാം കൂടി ആകാശത്ത് കൊണ്ട് വെച്ചേക്കുന്നത്? പെരുവിരലിലെത്തി പെണ്ണ് നെസ്കഫിയുടെ ബോട്ടിൽ മെല്ലെ തൊട്ടുകൊണ്ട് തൊട്ടടുത്തേക്ക് നീക്കാൻ നോക്കി. ഇവിടെയുള്ളവരെല്ലാം ജിറാഫുകളാണോ ആവോ? ഇത്രയും പൊക്കത്ത് കൊണ്ടുവച്ചാൽ ആരാ എടുക്കുക? നിന്റെ മഹാദേവ, കാല് കടയുന്നു. അടയ്ക്കാക്കുരുവിയായ നിനക്കങ്ങനെ പലതും തോന്നും. പിൻവശത്തമർന്ന ശരീരത്തിൽ നിന്നും തലയ്ക്ക് മുകളിലൂടെ കേൾക്കുന്ന ശബ്ദത്തിലും പെണ്ണിന്റെ ശരീരം ഒന്ന് വിറച്ചു. അവന്റെയും പാർത്തന്റെയും ഒക്കെ പൊക്കത്തിൽ വളരെ പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കബോർഡുകളുടെയൊക്കെ പൊക്കം. പക്ഷേ വംശിയുടെ നെഞ്ചിലും താഴെ മാത്രം നിൽക്കുന്നവർക്ക് ഏണി വെച്ചാൽ മാത്രം കയറാൻ പറ്റുന്നത്ര മുകളിലാണ് അതെന്നൊക്കെയുള്ളത് മറ്റൊരു. എന്നിട്ടും കോഫി പൗഡർ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കാൻ വംശിക്ക് പിന്നെയും ഒരുപാട് നേരം വേണ്ടി വന്നു. അവസാനം പാല് തിളച്ചു പൊങ്ങുന്ന കണ്ട് പെണ്ണ് പിടഞ്ഞപ്പോഴാണ് അവൻ ആ സാധനം എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത്. അതുവരെ തന്റെ ശരീരത്തിൽ അമർന്നവനൽപ്പം മാറിയതും ആ പെണ്ണ് നെഞ്ചിൽ കൈവച്ചെന്ന് ശ്വാസം വലിച്ചെടുത്തു. തിളച്ച ചൂടോടെ തന്നെ അവനെ കോഫി വേണമെന്നറിയുന്നവൾക്ക് പെട്ടെന്ന് അത് കപ്പിലേക്കാക്കി തിരിഞ്ഞപ്പോഴാണ് കാണുന്നത് ഷട്ട്ലത്തായി 3/4 മാത്രം ധരിച്ചാണ് അവന്റെ നിർപ്പെന്ന്. ഒരു നിമിഷം അവന്റെ നെഞ്ചിലേക്ക് മുഖം പോയവൾ ആ നോട്ടം മാറ്റി കയ്യിലിരുന്ന കപ്പ് അവനായിട്ട് നീട്ടി. പെണ്ണ് തന്നെ നോക്കുന്നതും പെട്ടെന്ന് മുഖം കുനിക്കുന്നതുമെല്ലാം അത്രയും അടുത്തുനിന്ന് കണ്ടവന്റെ മുഖത്താ നേരം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത്രയും ചെറുതായി ഒരു പുഞ്ചിരി ചുണ്ടിന്റെ കോണിൽ തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. വേണമെങ്കിൽ ഈ നേരം പെണ്ണിനെ ഇത്തിരി കളിപ്പിക്കാം. പക്ഷെ അപ്പോഴേക്കും കോഫിയുടെ ചൂട് പോകും. തൽക്കാലം തന്റെ കുറുമ്പിനും വാശിക്കും മുകളിലാണ് ഈ കോഫി. അവനത് ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് തന്നെ കിച്ചൺ സ്ലാബിലേക്ക് കയറിയിരുന്നു. അതോടെ ആയതും പെണ്ണിന്റെ കൈയും കാലും ശരിക്കും വിറയ്ക്കാൻ തുടങ്ങി. കുറച്ചു മുന്നേ അവൻ പിടിച്ചിരുത്തിയപ്പോഴോ ആ നെഞ്ചിന്റെ താളത്തിൽ കിടന്നുറങ്ങിയപ്പോഴോ ഒന്നും തോന്നാത്തൊരു വെപ്രാളം അവളിൽ ആ നിമിഷം പടർന്നു കയറിയിരുന്നു. നിനക്കിന്ന് കോളേജ് ഉണ്ടായിരുന്നില്ലേ? അവന്റെ ചോദ്യത്തിൽ വെപ്രാളം മാറി അവിടെ പരിഭ്രമമായി. പിന്നെന്താ നീ ഇവിടെ? നിന്റെ കോളേജ് ഇങ്ങോട്ടേക്ക് മാറ്റിയോ? ടിപ്പിക്കൽ വംശി സ്റ്റൈലിലുള്ള ചോദ്യം കേട്ടതും ആദ്യം അവളുടെ മുഖത്ത് പേടിയാണ് നിറഞ്ഞത്. അത് പിന്നെ പരിഭവവും ദേഷ്യവുമാവാൻ അല്പനേരം കൂടി വേണ്ടി വന്നില്ല. എന്താടി, നിന്റെ വായിൽ നാക്കില്ലേ? അവളുടെ മാറുന്ന മുഖഭാവങ്ങൾ ഓരോന്നും കണ്ണിൽ ഒപ്പിയെടുത്തുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടന്നു ചെന്നു. ഞാൻ വിജയനെ കാണാൻ വന്നതാ. അത്രയും മെല്ലെ പറയുമ്പോഴേക്കും വംശി അവളുടെ തൊട്ടു മുന്നിൽ എത്തിയിരുന്നു. രാവിലെ തന്നെ എന്നെ വന്ന് കുമ്പിടാൻ ഞാനാണോ നിന്റെ ദൈവം? തനിക്ക് നേരെ നോക്കാതെ മുഖം കുഴിച്ചിരിക്കുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ച് തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ടവൻ ചോദിച്ചു. ദൈവമല്ല, ചെകുത്താനാണ്. ചുണ്ടിനും പല്ലിനും ഇടയ്ക്ക് വെച്ചാണ് ഞൊടിഞ്ഞതെങ്കിലും അവനത് കൃത്യമായി കേട്ടിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അവളുടെ ചുണ്ടിന്റെ കോണിൽ അവൻ വിരലുകൊണ്ട് കുഞ്ഞൊരു തട്ട് കൊടുത്തു. ആ!
വേദന എടുത്തവള് കൈകൾ കൊണ്ട് വായി പൊത്തി. ഇത്രയ്ക്കും അങ്ങ് ഷോ വേണ്ട. പറയുന്നതിനൊപ്പം തന്നെ അവൾ പൊതിഞ്ഞു പിടിച്ച ചുണ്ടവൻ കൈകൊണ്ട് മാറ്റി. ചുവന്നിട്ടുണ്ട്, വേദന എടുത്തിട്ടുണ്ടാവും. വീച്ചേട്ടൻ മാറിക്കേ, എനിക്ക് പോണം. ഒന്നാമത് അവൻ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യം ഇപ്പൊ പിന്നെ ചുണ്ടും വേദനിപ്പിച്ചു. അവൾക്ക് ആ നേരം വരെ ഇല്ലാതിരുന്ന സങ്കടം തൊട്ടക്കുഴിയിൽ വന്ന് ശബ്ദമില്ലാതെ ഉറക്കെ അലറി. ഇവിടുന്ന് നീ എങ്ങോട്ടാണ്? വേറെ വല്ല ആണുങ്ങളെയും കാണാനുണ്ടോ? ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അതുവരെ അണവോട്ടിൽ നിന്നവള് അവന്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ ഭദ്രകാളിയായി. ആ നേരം വരെ അവനെ ഒന്ന് മുഖമുയർത്തിപ്പോലും നോക്കാത്തവൾ ഇരു കൈകൾ കൊണ്ടും അവനെ മാറി മാറി തല്ലി. അവസാനം ദേഷ്യവും സങ്കടവും ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്ന നിമിഷത്തിൽ അവന്റെ ഇടനെഞ്ചിൽ അവൾ ആഴത്തിൽ പല്ലുകൾ താഴ്ത്തി. അവള് നൽകുന്ന വേദന അത്രയും അനുഭവിച്ചിട്ടും അവൻ ഒരിക്കൽ പോലും അവളെ തടഞ്ഞില്ല. മാറ്, വിച്ചിട്ട് മാറിക്കേ, ഞാൻ പോകുക. വാശിയോടെ മുന്നിൽ നിൽക്കുന്നതിനെ തള്ളി മാറ്റാൻ പറ്റില്ലെന്ന് തോന്നിയതും പെണ്ണ് ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. എങ്ങോട്ട്? വേറെ ഏതെങ്കിലും ആണുങ്ങളുടെ അടുത്ത്. ഇയാള് മാത്രമല്ലല്ലോ. ദേഷ്യത്തിൽ പെണ്ണ് ചീറി. അങ്ങനെ നീ പോകുമോ? ഇടതു കൈകൊണ്ട് അവളുടെ ഇടുപ്പിനെ വരിഞ്ഞു ചുറ്റി നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ടാണ് അവൻ ചോദിച്ചത്. ഞാനൊരു ചീത്ത പെണ്ണാണെന്ന് തോന്നിയതുകൊണ്ടല്ലേ ഞാൻ വേറെ ആണുങ്ങളുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞത്? വിതുമ്പി പറയുമ്പോൾ പലയിടത്തും അവളുടെ വാക്കു മുറിഞ്ഞു. അല്ല. അവളെ അല്പം ഉയർത്തി മുഖത്തിന് നേരെയാക്കി അവൻ അങ്ങനെ പറഞ്ഞതും പെണ്ണിന്റെ കണ്ണിൽ സംശയമായി. അപ്പോ എന്നെ സംശയമില്ല? ഇല്ലെന്നുള്ള രീതിയിൽ അവൻ തലയാട്ടി. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞതോ? ചുമ്മാ ഒരു രസം. പറഞ്ഞു തീർത്തത് മാത്രമേ വംശിക്ക് ഓർമ്മയുള്ളൂ. വലത് കൈവളിൽ കൈവച്ച് അവന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച മാറും പോലെ ഒരടി അവൾ പറ്റിച്ചിരുന്നു. വംശിയുടെ കണ്ണു മിഴിഞ്ഞുപോയി. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.